എം ടി വാസുദേവൻ നായരുടെ അത്യപൂർവ ചിത്രങ്ങളുമായി പുസ്തകം പുറത്തിറങ്ങുന്നു. മാതൃഭൂമി ചീഫ് ഫോട്ടോഗ്രാഫർ കെ സന്തോഷ് പകർത്തിയതാണ് ചിത്രങ്ങൾ. കാലത്തിന്റെ കാൽപ്പാടുകൾ എന്ന് പേരിട്ട പുസ്തകം മാതൃഭൂമി ബുക്സ് ആണ് പ്രസിദ്ധീകരിക്കുന്നത്. കെ സന്തോഷ് ക്യാമറ കൊണ്ട് തീർത്ത എം ടിയുടെ ജീവചരിത്രമാണ് ഈ പുസ്തകം. പകർത്തിയെടുത്തത് 3 പതിറ്റാണ്ടിന്റെ ജീവിതവും. വ്യക്തികൾ, ഓർമ്മകൾ, എഴുത്ത്, സിനിമ, പ്രസംഗം, പത്രപ്രവർത്തനം, കലയുടെയും സംസ്കാരത്തിന്റെയും നേർചിത്രങ്ങൾ. രൂപത്തിലും ഭാവത്തിലും എം ടി എന്നും ഗൗരവക്കാരനാണ്. പക്ഷേ ഗൗരവങ്ങൾക്കിടയിൽ എവിടെയോ അദ്ദേഹം ഒളിപ്പിച്ചു വെച്ച പുഞ്ചിരി തേടുകയായിരുന്നു താനെന്ന് സന്തോഷ് പറഞ്ഞു. എം ടിയുടെ എപ്പോഴും ഗൗരവത്തിലുള്ള ചിത്രങ്ങൾ നമ്മളെപ്പോഴും കാണുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ മെല്ലെ പറഞ്ഞു, സാർ കുറച്ചും കൂടി ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എം ടിയുടെ മുഖം മാറി. പെട്ടെന്ന് എന്നോട് ദേഷ്യം പിടിച്ചുകൊണ്ട് പറഞ്ഞു, മിസ്റ്റർ, ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഇങ്ങനെ ദേഷ്യം പിടിച്ച് കൈകൊണ്ടൊരു ആക്ഷനൊക്കെ കാണിച്ചു ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം പക്ഷേ ആ സമയത്ത് ഞാൻ ആ ചിത്രങ്ങൾ, അദ്ദേഹം ദേഷ്യം പിടിച്ച ചിത്രങ്ങൾ എടുക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് അദ്ദേഹം ചെറുതായിട്ടൊന്ന് ഒരു പുഞ്ചിരി തൂകി. ഞാൻ അപ്പോൾ അതിൻ്റെ കുറേ ചിത്രങ്ങൾ എടുത്തു. ഫ്രെയിമുകളിൽ നിന്ന് ഫ്രെയിമുകളിലേക്കുള്ള പ്രവാഹം കൂടല്ലൂർ എന്ന ജന്മദേശത്തിൽ നിന്നാണ് തുടക്കം. പിന്നീട് അങ്ങോട്ട് ഇരുളും വെളിച്ചവും വർണ്ണങ്ങളും കൊണ്ടുള്ള യാത്ര. അമ്മ, ഗുരുക്കൾ, കൂട്ടുകാർ, കുടുംബം, ജീവിതത്തിന്റെ നിശബ്ദ പ്രയാണം. ഇത് കാലം തന്നെ ഏൽപ്പിച്ച നിയോഗമായിരുന്നുവെന്ന് സന്തോഷ് പറയും. ഇങ്ങനെയൊരു വൻവൃക്ഷത്തിന്റെ തണൽ പറ്റി ജീവിച്ചിട്ട് ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ താൻ എന്തിന്, തൻ്റെ ഈ ക്യാമറ എന്തിന്? ഞാൻ എം ടിയെ 95 മുതൽ ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ പോലും കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എം ടി എന്ന് പറയുന്നത് നമ്മുടെ കാലഘട്ടത്തിലെ, എന്തൊക്കെ പറഞ്ഞാൽ എൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു മഹാനായ ഒരു മഹാമനുഷ്യനാണ്. ഞാൻ കോഴിക്കോട് ജോലി ചെയ്യുന്നു. കോഴിക്കോട് തന്നെ അദ്ദേഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ കീഴിൽ നിന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ഉള്ള സമയത്ത് ഞാൻ മാതൃഭൂമിയിലുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിയെ, നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ളൊരു വ്യക്തിയെ ഡോക്യുമെൻ്റ് ചെയ്തില്ലെങ്കിൽ അത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്നൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കൂടുതൽ ചിത്രങ്ങൾ എടുക്കാൻ തുടങ്ങിയത്. ഓരോ ചിത്രങ്ങളും സ്വയം സംസാരിക്കും. എങ്കിലും കൂട്ടിന് വാക്കുകളും വരികളുമുണ്ട്. എം ടി തന്നെ എഴുതിയത്, എം ടി തന്നെ പറഞ്ഞതും. മകൾ അശ്വതി വി നായരുടേതാണ് അവതാരിക. CK വിജയൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.